ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സ്റ്റാർ ബോയ്. അപ്പൊ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രാങ്ക്ലിന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ ഗായ്സ്, നമ്മൾ ഫ്രാങ്ക്ലിന് ഒരു ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഗായ്സ്, നമുക്ക് നേരെ നമ്മുടെ ബൈക്കിന്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗായ്സ്. അപ്പൊ നമുക്ക് നേരെ വണ്ടി എടുത്ത് പോവാം. ഈ വണ്ടിയിൽ കുറച്ചും കൂടി മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യാനുണ്ട്. നമ്മൾ എടുത്തിട്ട് 2 ദിവസമായിട്ടുള്ളൂ. മോഡിഫൈ പിന്നെ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്കൊരു പ്ലാനുണ്ട് ഫ്രാങ്ക്ലിന് മേടിച്ചെടുക്കാൻ. ഒരു നമുക്ക് ഈ ഷോറൂമിൽ പോയിട്ട് കിട്ടില്ല വണ്ടി എടുത്ത് അത് മോഡിഫൈ ആക്കാം. എന്നിട്ട് നമുക്ക് നേരെ ഫ്രാങ്ക്ലിൻ അറിയാണ്ട് ബാക്കിൽ കൊണ്ടുപോയിട്ടിട്ട് ഇട്ട് പൊട്ടിക്കാം. അപ്പം അവൻ വരുമല്ലോ. അപ്പം അവന് സർപ്രൈസ് കൊടുക്കുക. എൻ്റെ ഐഡിയ. അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി കൊണ്ടുപോയിട്ട് ട്രെവർ മേളിൽ പോകണമെന്നാണ്. ട്രെവറിൻ്റെ അടുത്ത് കാര്യം ബൈക്കിൽ പുറത്ത് വെക്കാണ്. നമുക്ക് ഇവിടെ നിർത്തണോ? അല്ല വേണ്ട, ഗ്യാരേജിൽ കയറ്റി നിർത്താം. ഇതേപോലത്തെ ഒരു കിടി ഞാൻ ചുറ്റിയാറില്ല. ഇതും എനിക്കൊന്ന് മോഡിഫിക്കേഷൻ ചെയ്യണം. എന്തായാലും നമുക്ക് നേരെ പോയി ട്രെവറിൻ്റെ അടുത്ത് കാര്യം പറയാം. ട്രെവറെ അവിടെ ഇപ്പൊ ട്രെവറിൻ്റെ അടുത്ത് പറയാം. ട്രെവറെ എടാ, എന്താടാ ചാക്ക് നീ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ? എന്താ കാര്യം പറ. ഫ്രാങ്കിന്റെ ബർത്ത്ഡേ നമുക്കൊരു കാര്യം ചെയ്യാം. അതൊക്കെ ഒരു മോഡിഫൈഡ് GTR മേടിച്ചു കൊടുക്കാൻ. ആടെ സെറ്റാടാ ചാക്ക്. നമുക്ക് നല്ലോണം മോഡിഫൈ ചെയ്ത് തന്നെ വണ്ടി ഇറക്കി അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. അവനെന്തെങ്കിലും പറഞ്ഞാൽ ജിമ്മിലിന്റെ അവിടെ തന്നെ നിർത്തിക്ക്. ജിമ്മിലുണ്ട് അവനിപ്പോ വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുക. ഞാൻ നേരെ പോയി ഷിൻജാനെ വിളിച്ച് ഞങ്ങൾ പോയി ചെയ്ത് സെറ്റാക്കിയിട്ട് വരാം. ഞാൻ നേരെ താഴെ പോയി ഷിൻജാനോട് സെറ്റാക്കട്ടെ. ആടെ ചാക്കേ, ഷിൻജാനെ അവൻ ആ റൂമിലുണ്ട്. എടാ ഷിൻജാനെ വന്ന് നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. അതൊക്കെ പോണ വഴിയില് പറയാടാ. വേഗം വാ. നമ്മുടെ GTR എടുത്തിട്ട് പോവാം. നമ്മുടെ GTR ആ സ്റ്റോർ റൂമിന്റെ അവിടെ ഇട്ടിട്ട് നമുക്ക് മറ്റേ GTR എടുത്തിട്ട് മോഡിഫിക്കേഷൻ ചെയ്ത് ബാക്കി പോകുന്നതാണ്. ഇന്നലെ ബുക്ക് ചെയ്തിട്ടുണ്ടായി, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതൊക്കെ ഉണ്ടോ? നമ്മള് ഫ്രാങ്ക്ലിന് സർപ്രൈസ് കൊടുക്കാൻ പോയത്. ഫ്രാങ്ക്ലിന്റെ ബർത്ത്ഡേ അല്ലേ. നമുക്ക് എന്തായാലും നേരെ പോയി ഷോറൂമിൽ പോയി കിട്ടില്ല വണ്ടി എടുത്തിട്ട് അവന് മോഡിഫിക്കേഷൻ ചെയ്ത് സെറ്റ് ആക്കി കൊടുക്കാം. ആടാ, ഞാൻ അതുകൊണ്ട് തന്നെയല്ലേ അത് പ്ലാൻ ചെയ്തേ. നമുക്ക് നേരെ പോവാം. അതൊക്കെ ഉണ്ടോ? എനിക്കൊരു പ്ലാൻ ഉണ്ട്. എന്തായാലും നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് ഷോറൂമിൽ. നമുക്കരെ ഇവിടെ പാർക്ക് ചെയ്തിട്ടേ വണ്ടി എടുത്തിട്ട് വരാം. വണ്ടി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്, അതൊന്നും ചെയ്യില്ല. മറ്റേ പ്ലാൻ ഞാൻ എന്തായാലും വീട്ടിൽ നിന്നിട്ട് വരാം. നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ട് വേണം വണ്ടി ആദ്യം എടുക്കട്ടെ. ആടാ, അവിടെ തന്നെയാണ്. നമുക്ക് എന്തായാലും അവിടെ GTR എടുത്തിട്ട് വരാം. GTR ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മളിതിന്റെ പർച്ചേസ് എന്റെ ബാക്കില് എടുപ്പുണ്ടെന്നാണ് പറയുന്നത്. ആൾക്കാരെ ബാക്കിൽ പോയി വേഗം പോയി എടുത്തിട്ട് വരാം. ഞങ്ങൾക്ക് നേരെ എന്തായാലും പോയിട്ട് വണ്ടി എടുക്കാം. മോഡിഫിക്കേഷൻ ചെയ്ത് കളറടിക്കുമെന്നാണ് എന്റെ ഡൗട്ട്. ഇനി എന്തായാലും ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ പോയിട്ട് കളറൊക്കെ തീരുമാനിക്കാം. അവന് ഏതാണ് മോഡിഫിക്കേഷൻ ചെയ്ത് തന്നെ അതേപോലെ ഇടാം. എന്തായാലും നമുക്ക് നേരെ ഷിൻജാനെ കയറ്റിയിട്ട് നേരെ ബെന്നിയുടെ വർക്ക്ഷോപ്പിലേക്ക് കത്തിച്ച് വിടാം. നൈട്രോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. മഴയൊക്കെ പെയ്തു തുടങ്ങി. നമുക്ക് എന്തായാലും കത്തിച്ചു വിടാം. നമുക്ക് എന്തായാലും ഒരു സ്റ്റാച്ചു കൂടി പണിത് കൊടുക്കാം. അതാണ് എൻ്റെ പ്ലാൻ. ഒരു വലിയ സ്റ്റാച്ചു. എന്തായാലും നമ്മളിവിടെ ബെന്നിയുടെ വർക്ക്ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നേരെ വർക്ക്ഷോപ്പിൽ കയറ്റാം. ബെന്നി ഉറക്കുന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്കും കൂടി കുറച്ചൊക്കെ ഇതാക്കി കൊടുക്കാം. ഗൈസ്, നമ്മളങ്ങനെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞുണ്ട്. ഈ വണ്ടിക്ക് നിങ്ങൾ 10 എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന് നോക്കാൻ വേണ്ടി. 10 എത്ര കൊടുക്കുമെന്ന് ഞാൻ കൊടുക്കുന്നത് ഒരു 10 8 കൊടുക്കും ഞാൻ. നിങ്ങൾ എത്ര കൊടുക്കുമെന്ന് കമന്റ് ചെയ്യാം. ഷിൻജാനെ, നീ എത്ര റേറ്റിംഗ് കൊടുക്കും? എന്തായാലും നമുക്ക് ഡ്രൈവറിന്റെ അടുത്തൊക്കെ പോയി ചോദിക്കാം. നമുക്ക് എന്തായാലും നേരെ വീട്ടിലേക്ക് എത്തിച്ചുവിടാം. നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വേഗം പോകാൻ പറ്റും. നമുക്ക്
നമുക്ക് വേറെ കുറച്ച് ഷോർട്ട് കട്ടൊക്കെ പിടിച്ചിടാം. ഷോർട്ട് കട്ട് പിടിച്ച് നമ്മൾ വീടിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് വേറെ എന്തായാലും വീട്ടിലൊക്കെ കയറ്റാം. അവനറിയാണ്ട് കയറ്റണം. പതിയെ സ്മോക്കിന്റെ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവനറിയാണ്ട് കൊണ്ടുപോയിടാം. എന്തായാലും നമുക്ക് ബാക്കി കെട്ടിയിട്ടുണ്ട്. അപ്പോ നമുക്ക് അവനറിയാണ്ട് അവിടെ നിർത്തിയിടാം. ആ സെറ്റായിട്ട് ഉണ്ട്. വണ്ടി കുഴപ്പമില്ല, എനിക്ക് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി ഡ്രൈവറിന്റെ അടുത്തേക്ക് പോയിട്ട് വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ അങ്ങ് നേരെ പോയി മേലിൽ പോയി ഡ്രൈവറിന്റെ അടുത്ത് വിളിച്ചിട്ട് വരാം. എന്നിട്ട് ഡ്രൈവറിന്റെ അടുത്ത് പോയി ഇരിക്കാം. മഴ മാറിയും വന്നു നിൽക്കാണ്, വല്ലാത്ത പ്രശ്നം. നമുക്ക് എന്തായാലും പോയി ഡ്രൈവറിനെ വിളിക്കാം. ഡ്രൈവറെ എന്താണ് ചാക്കെ വണ്ടി സെറ്റായിട്ട് മോഡിഫൈ ചെയ്താ? നമ്മൾ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നീ വന്ന് നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഫ്രാങ്ക്ലിൻ അറിയണമെങ്കിൽ നമുക്ക് താഴെ പോയിട്ട് വരാം. വാടാ, വേഗം വാ. ഗൈസ്, നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക. വീഡിയോ ഇനി വേണമെന്നുള്ളവർ സബ് അടിച്ചിട്ട് കമന്റ് ചെയ്യാം. നമുക്കെന്തായാലും നേരെ പോയി വണ്ടി കാണിച്ചു കൊടുക്കാം. എടാ ഡ്രൈവറെ, വേഗം വാടാ. ആടെ ചാക്കി ഞാൻ എന്താ വരുന്നത്? കാലിനൊക്കെ ഭയങ്കര വേദന, വയസ്സായില്ലേ? ഞാൻ എനിക്കൊരു കൊട്ട തൈലം മേടിച്ചു തരാം. ആടെ ചാക്കെ ചിലപ്പോ വേണ്ടി വരും. ചിലപ്പോഴല്ല, നിനക്ക് വേണ്ടി വരും. അപ്പൊ നേരെ പോയി വണ്ടി കാണിച്ചെടുക്കാം. വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഡ്രൈവറെ വണ്ടി തരാ. ഇതാണ് വണ്ടി കിട്ടിയല്ലേ? എടാ ചാക്കെ വണ്ടി പൊളിയാണല്ല. ഞാൻ ബെഞ്ഞിയുടെ കൈ കൊടുത്ത തന്നെയല്ലേ വണ്ടി പണിതത്. ബെഞ്ഞ് പണിതാ പിന്നെ വണ്ടിയൊക്കെ അപ്പർ ലെവലായിരിക്കും. പിന്നല്ല, ഞാനല്ലേ പഠിപ്പിച്ചേ, പിന്നെ അതിന്റെ കൂടി ഗുണമുണ്ടാവില്ലേ? ഞാൻ എന്തായാലും പോയി ഒരു കോൺട്രാക്ടറിനെ വിളിക്കട്ടെ. ഒരു സ്റ്റാച്ചു പണിയിപ്പിക്കണ്ടേ? കോൺട്രാക്ടറിനെ വിളിച്ചു നോക്കട്ടെ. ഹലോ, കോൺട്രാക്ടർ രാമു സ്പീക്കിംഗ്. രാമു കോൺട്രാക്ടറെ, ഒന്ന് വീട്ടിലേക്ക് പോയി ഒരു സ്റ്റാച്ചു പണിയാറുണ്ട്. ഓക്കേടാ, ശരി. നീ നിന്റെ ലൊക്കേഷൻ ആയി, ഞാൻ അങ്ങോട്ട് വരാം. നമുക്കത് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, വരുമായിരിക്കും. ഹലോ, ആരും വിളിക്കണ്ടല്ലോ. ആരാ നോക്കട്ടെ. നമുക്ക് നേരെ കുറിപ്പ് നോക്കിയിട്ട് ആരായിരിക്കും? അയ്യോ, പോലീസാ. എന്താ സാറേ? കണ്ണൊക്കെ ഉണ്ടല്ലോ. ആ സാറേ, ഞാൻ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള പെർമിറ്റ് കൊണ്ടിരിക്കും. അതൊന്നും എനിക്കറിയണ്ട. മര്യാദക്ക് ആ വണ്ടി കൂടെ തന്നിട്ട് വെക്കോ, ഇല്ലയുണ്ടല്ലോ വെടി വെച്ചിടും. ആഹാ സാറേ, അത്ര എന്റെ കൊണ്ടിട്ട് തോക്ക്. ഗണ്ണ് മാറ്റണോ? ഇല്ല സാറേ, സാറിന് പേടിപ്പിക്കാമെങ്കിൽ എനിക്ക് പേടിപ്പിക്കാത്രല്ല, കൊല്ലുകയും ചെയ്യും. ഡ്രൈവറെ ഇടിച്ച് കൊല്ലണം അവനെ. എടാ ചാക്കെ, ദീപന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവൻ ഇടിച്ചിട, അവനെ വെടിയോ നമുക്ക്. അങ്ങനെ അവൻ അടിച്ച് നിലത്തിട്ടുണ്ട്. നമ്മളോട് ഇങ്ങനെ ഇരിക്കും. നേരെ അടിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും കൊണ്ടുപോയി മാറ്റിയിടാം. ഇവരെന്തായാലും മാറ്റിയിട്ടെ. എടാ ചാക്കെ, എന്താണ് അവിടെ പുറത്ത് ഒരു വെടിവെച്ച? അതൊന്നുമില്ല, വെറുതെ ഒന്ന് ചെയ്യണ്ടാക്കിയതാ. വേണ്ട. ഹലോ ജാക്ക്, നിങ്ങളല്ലേ? അതേലോ, ഞാനാണ് കോൺട്രാക്ടർ അല്ലേ? ഞാൻ കാണിച്ചുതരാം. അങ്ങനെ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ബൈക്കിളും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് നേരെ ഫ്രാങ്ക്ലിനെ വിളിക്കാം. വണ്ടി കയറിയിട്ട് അഞ്ചാറ് കുട്ടികളെ ടയർ പൊട്ടിക്കാം. ആ ഫ്രാങ്ക്ലിൻ എന്താ ഒച്ചയെന്ന് വിചാരിച്ച് പരിഹരിക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മൈക്കിള് വണ്ടിയാണ്. വണ്ടി ഒന്നും പറയാനില്ല, കിട്ടിയ സാധനം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി. ഇത് ഫ്രാങ്ക്ലിന്റെ കൂടി നോക്കി അവിടെ എല്ലാവരും കയറി പൊട്ടിക്കാം. അപ്പൊ
പൊട്ടിക്കുക. ഡ്രൈവർ നമ്മള് പൊട്ടിച്ചത് കഴിഞ്ഞാണ്ട് നേരാക്ക് ഫ്രാങ്ക്ലിന്റെ കാര്യങ്ങളൊക്കെ വിളിക്കാം. ഫ്രാങ്ക്ലിൻ ഇപ്പൊ വരികയായിരിക്കും. നമുക്ക് വന്നിട്ടില്ലെങ്കിൽ ഒക്കെ വിളിച്ചു നോക്കാം. ഗൈസ് അവിടുന്ന് നമ്മുടെ ഫ്രാങ്ക്ലിൻ വരുന്നുണ്ട്. ജാക്ക് ഇവിടെ എന്താണ് ഒരു ഒച്ച? മച്ചാനെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഫ്രാങ്ക്ലിനെ. ഹാപ്പി ബർത്ത്ഡേ ഫ്രാങ്ക്ലിനെ. താങ്ക് യു. എടാ വണ്ടി എങ്ങനെ ഉണ്ടോ ഫ്രാങ്ക്ലിനെ? GTR കിട്ടിയ സാധനമുള്ളൂ. ഇതെന്തിനാ? നിനക്കാടാ വേണ്ട. നിന്റെ ഒരു വലിയ സ്റ്റാച്ചു ഇവിടെ പണിതിട്ടുണ്ട്, നീ നോക്ക്. ജാക്കി താങ്കൂടാ. സൃഷ്ടി സാധനോടാ. താങ്കൂടാ ജാക്കി. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.